അവരുടെ ശീലമാണ്, വാസനയാണ്. ഒരിക്കൽ അനുഭവിച്ചത് കൈവിടാൻ ആവില്ല. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ചായ എനിക്ക് തന്നാൽ, ഒരു ദിവസം രാവിലെ നിങ്ങൾ പെട്ടെന്ന് ആ ചായ നിർത്തിയാൽ കുടിച്ചു തുടങ്ങി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ചായ കാണാതിരിക്കുമ്പോൾ ഞാൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പതിവായിട്ടൊരു ബ്രഹ്മചാരി ചായയും കൊണ്ടുവരാറുണ്ട്. ഇന്ന് കാണുന്നില്ല. കാണുന്നവരൊക്കെ ഞാൻ ചീത്ത വിളിക്കും. അന്നത്തെ എന്റെ പ്രഭാഷണത്തിന്റെ ശൈലി മാറും, ശബ്ദം മാറും. ഇതെന്നെ സംബന്ധിച്ച് നാളെ തുടങ്ങിയാലും സത്യം. കാരണം അത് ശീലം. മനസ്സിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതാണ്. ഇങ്ങനെയുള്ളതിന് കഴിവ് കിട്ടിയവർ, അതിന് സംസ്കാരത്തിലൂടെ പോയവർ, ആ കഴിവ് കിട്ടിയിട്ടും അത് സ്വീകരിക്കാതെ അത് വേണ്ടവന് വിട്ടുകൊടുത്ത് മാറി നിന്നവർ, 3 തരക്കാരാണ് ഇവർ. ഒന്ന്, ഭോഗത്തിൽ നിന്ന് അത്യന്തം അകന്നുപോയവർ. മഹാരാജാക്കന്മാരൊക്കെ ആ കൂട്ടത്തിൽ വിടും. വനത്തിലേക്ക് പോയവർ. അങ്ങനെ പോയൊരാൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പേര് ഭർതൃഹരി എന്നാണ്. പിങ്കള എന്ന ഭാര്യയെയും കൊട്ടാരത്തെയും വലിച്ചെറിഞ്ഞാ പോയത്. എന്നിട്ടും ആ സംസ്കാരം പെട്ടെന്ന് വിട്ടില്ല. വനത്തിൽ ചെന്നൊരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് ഒരു രത്നം കാണുന്നത്. പെട്ടെന്ന് ഓടിച്ചു. ഇതിന്റെ 10,000 മടങ്ങ് വില വരുന്ന രത്നങ്ങൾ വലിച്ചെറിഞ്ഞവൻ ഇതിന് ചുവട്ടിൽ ഓടിച്ചു. കോടീശ്വരന്റെ മകൻ വീട്ടിലെ സുഖഭോഗം മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് ഒരാശ്രമത്തിലെത്തി. ഇനി അതൊന്നും സ്വീകരിക്കില്ലെന്ന് വെച്ചൊരു പുൽപ്പായും വാങ്ങിച്ചിട്ട് കിടക്കുന്നു. അവിടെയുള്ളവർ അവനെ കോടീശ്വരന്റെ മകനായി മറ്റുള്ളവർക്ക് പരിചയപ്പെടുന്നു. പതുക്കെ പതുക്കെ അവന്റെ വാസന ഉണരുന്നു. വീട്ടിലുള്ള അതേ തലത്തിൽ ഇവിടെയും പെരുമാറ്റം വരുന്നത്. കാരണം ആളുകൾ ചുറ്റും കൂടുന്നു. അവന്റെ ത്യാഗത്തെ കോടീശ്വരന്റെ ത്യാഗമായി എണ്ണുന്നു. വീട്ടിൽ നിന്ന് പോകുന്ന ആ കോടീശ്വരൻ മാനസികമായി ഇപ്പോഴും കോടീശ്വരനായി നിൽക്കുന്നു. കോടീശ്വരത്വം ത്യജിക്കുന്നില്ല, സുഖഭോഗങ്ങളെ ത്യജിക്കുന്നു. അപ്പൊ ചിലരെന്ന് പാദസേവ ചെയ്യാൻ നിൽക്കുന്നു. കോടീശ്വരനാണ് എന്താ പറയുക? അങ്ങനെ അറിയില്ലേ? എല്ലാം വിട്ടുകളും. മറ്റവൻ വിട്ടപ്പോ ഒന്നും വിട്ടിട്ടില്ല, ഇവൻ വിട്ടപ്പോ എല്ലാം വിട്ടു. അസ്വസ്ഥയാവും, മനസ്സിങ്ങനോടും. അതുകൊണ്ട് തന്നെ ഭർത്തൃഹരി ആലോചിച്ച് ഓടിച്ചെന്നപ്പം ഓടിയാദ്യം ചെന്നെടുത്തു. ഇത് പൊക്കി. വേറെ മോശം, ഇതിലും വിലയുള്ള എത്രയാണ് കളഞ്ഞാൽ മതി, ഞാൻ നന്നാവില്ലെന്നാവും. ഈ തുച്ഛമായതിന്റെ പുറകെ പിന്നെ ഓടി. എറിഞ്ഞോടെ എറിഞ്ഞു കഴിഞ്ഞ് പുറത്തു. ഇവൻ എന്ത് ചെയ്യുമെന്നറിയാം. അവിടെ മാറി ഓടും. ഈ രത്നം അവന്റെ കളിയൊന്ന് കണ്ടു കളയാം. പ്രകൃതി നോക്കി പഠിക്കുന്നവൻ എപ്പോഴും പ്രകൃതിയെ കണ്ട് രസിക്കാനിരിക്കും. മാറി നിന്ന് നോക്കണം. മാറി ഓടി. കുറച്ച് കഴിഞ്ഞപ്പം 2 കുമാരന്മാർ ഇവരപ്രധാനം വാളുമൊക്കെ കയ്യിലുണ്ട്. അവർ ഓടി വന്ന ഈ രത്നത്തിന്റെ അടുത്തെത്താറായ പൂരത്തനെ തിളക്കം കണ്ടിട്ട് മുമ്പിലുള്ളവനോട് വിളിച്ചു പറഞ്ഞു. പുറകിലുള്ളവൻ ആദ്യം കണ്ടേ. അവൻ മുമ്പനോട് വിളിച്ചു പറഞ്ഞു, ഇടാ രത്നം എന്ന് പറഞ്ഞു. അവൻ നിന്ന് ചാടി ഇറങ്ങി വിളിച്ചു. മറ്റവൻ നിന്ന് കുതിര നിർത്തി ഇറങ്ങി. അപ്പൊ അവനിങ്ങനെ തിരിച്ചു മറിച്ച് നോക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റവൻ പറഞ്ഞു, ഒന്ന് കാണിക്കടാ, നോക്കട്ടെ. ഞാനല്ലേ കാണിച്ചെന്ന്. ഞാനാ എടുത്തത്, എന്റെയാ. ഞാനാണ് ആദ്യം കണ്ടത്. ഭർത്തൃഹരിയോടെ നോക്കി നിൽപ്പുണ്ട്. അപ്പുറം ഇപ്പുറം നിന്ന് 2 പേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. 2 പേരും വാളും. ഒരേ സമയം 2 പേരും കിട്ടും. ഒരുവൻ അങ്ങോട്ട് വീണു, ഒരുവൻ ഇങ്ങോട്ട് വീണു. രത്നം ചോര വിടേണ്ട താഴെ വീണു. ഭർത്തൃഹരി ആലോചിച്ചു, രത്നത്തിന് അവർ വരുന്നതിന് മുമ്പും അവിടെ ഉണ്ടായി, അവർ കയ്യിലെടുത്തപ്പോഴും അവിടെ ഉണ്ടായി, അവർ മറിഞ്ഞു വീണ് കഴിഞ്ഞു അവിടെ തന്നെ ഇരിക്കും. പക്ഷേ അവർക്ക് മാറ്റം വന്നു. 2 പേരും മരിച്ചു. ഈ വിഷയത്തിന്റെ അടുക്കിലേക്കാണ് ഞാൻ പോയത്. വേണ്ട, ഇനി കൈകൊണ്ട് വരും. പരവൈരാഗ്യം മൂക്കുക. അതുകൊണ്ട് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഈ പഠനം നടത്തുമ്പോൾ ഈ വൈരാഗ്യമാണ്. ഇത് നമുക്ക് ചരിത്രത്തിൽ തന്നു. ആചാര്യന്മാര് ഒട്ടേറെ ഉദാഹരണങ്ങൾ വിട്ടുപോയവർ. ഇതല്ലാതെ ഉപഭോഗത്തിൽ പെട്ടുപോകുന്നവർ. നമ്മൾ മറ്റവരെ കാണുന്നില്ല, ഇവരെ കാണുന്നു. അവരെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു ഉപഭോഗ സംസ്കാരത്തിന് അന്ത്യം കുറിച്ചല്ലേ, ഇതങ്ങ് വളർന്ന് ടോപ്പിലെത്തിയിട്ടല്ലേ ഭാരതം നേരെയാവുള്ളൂ. ഭാരതം ഇപ്പോഴും നേരെയാണ്. ഭാരതം ഇന്നും വിശ്വത്തിന്റെ പൂജാമുറി തന്നെയാണ്. ആയിരങ്ങൾ ഇന്നും ആ ത്യാഗോജ്വലമായി തന്നെ ജീവിക്കും. ചോദ്യം ചോദിച്ചവർ, ചോദ്യം എഴുതി കൊടുത്തവർ കാണാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ഭാരതമുടനീളം നടന്നു നോക്കിയാൽ മതി. കണ്ണു തുറന്ന് ചുമ്മാ നോക്കിയാൽ മതി. ബീഹാറിലൊക്കെ ചെന്നാൽ ഇന്നും കാണാം. ഓരോ ഹിന്ദുവിനും ഓരോ ഗുരുവിനെ തിരഞ്ഞെടുക്കാമെന്നിരിക്കെ, ആർക്കും ഗുരു ചമയാൻ വിഷമമില്ലെന്നിരിക്കെ, ആരാണ് ഹിന്ദുമതത്തിന്റെ വക്താവ് അറിയില്ല. ഒരാൾ ഗുരു ചമഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. മറ്റുള്ളവർ അംഗീകരിച്ചാൽ അയാൾ ഗുരു ആകണമെന്നില്ല. ഗുശബ്ദോ ഹ്യന്ധകാരസ്യ ഒരു ശബ്ദം തന്നിരോധനം.
ഇരുട്ട് കീറുകയാൽ ഗുരു വന്നരുളുന്നു എന്ന് പാർവതിയോട് പരമേശ്വരൻ പറയും ഗുരുഗീതയിൽ. അപ്പോ ഗുരു ചമഞ്ഞാൽ കുറെ കാലത്തേക്ക് ആളുകളെ കളിപ്പിച്ച് ജീവിക്കുക. അവർ ഗുരു ഒന്നിച്ചു പോകും. മുക്തിയിലേക്കല്ല, അജ്ഞാനത്തിലേക്ക്. വീണ്ടും ജനിച്ചോളും. അപ്പൊ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഗുരു ആയതിന്റെ ദുഃഖമൊക്കെ ഇപ്പൊ കാണും. ഇപ്പൊ നേരെയായിക്കൊള്ളും. പിന്നെ ഹിന്ദു മതത്തിന്റെ വക്താവ് വിനയപൂർവ്വം പറയട്ടെ, ഒരു സന്യാസി ഐദർ ഹി ഈസ് ഓൾ റിലീജിയസ് ഓർ ഹി ഈസ് നോൺ റിലീജിയസ്. ഒന്നുകിൽ അവൻ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നവനാണ്, അല്ലെങ്കിൽ ഒരു മതവുമില്ലാത്തത്. അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ അറിയില്ല ഇതിന്. കാരണം ഞാൻ മനുഷ്യനെ മതത്തിന്റെ കണ്ണാടിയിലൂടെ ഇതുവരെ നോക്കിക്കണ്ടില്ല. എല്ലാ മതങ്ങളിലും നല്ലവരുണ്ട്, എല്ലാ മതങ്ങളിലും അനുഭവമുള്ളവരുണ്ട്, എല്ലാ മതങ്ങൾക്കും നല്ല ഉപദേശങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലും തട്ടിപ്പുകയുണ്ട്. പിന്നെ അവരുമായി പരിചയപ്പെടാൻ ഇതുവരെ യോഗമുണ്ട്. അത് ദൈവാത്മ ഇതുവരെ അവരുടെ പിടിയിൽപ്പെട്ടില്ല. ദൈവം പെടുത്തരുതേ എന്ന അപേക്ഷ നമ്മുടെ മുഴുക്കൊണ്ടല്ല. അങ്ങനൊരു സാധനം നമുക്കില്ല, നമുക്ക് ഉറപ്പാണ്. ഭാഗ്യം എന്നാണ് അതിന് പറയുക. ഭാഗ്യം. കണ്ണിന് നേരെ വരുന്നത്, പുരികത്തെ തട്ടിപ്പോകുന്നത് ഭാഗ്യമുണ്ടായി. ഇത് പലപ്പോഴും നേരെ വരുന്നത് കണ്ടിട്ടുണ്ട്. സൈഡിൽ കൂടെ പോയി ഇടപെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടൊരു മഹാഭാഗ്യം. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുവല്ലോ, അവരെ ഒഴിവാക്കുക. അതാണ് സമാധാനം. അത്തരം ഗുരുക്കന്മാർ. പിന്നെ അതിന്റെ രണ്ടാം ഭാഗമുണ്ട്. ആചാര്യന്മാർ രണ്ടാൾ കൂടിയാൽ 4 അഭിപ്രായവും വീക്ഷണഗതിയുമാണല്ലോ. ഹിന്ദുമതത്തിൽ ഐക്യം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഐക്യം കൊണ്ടുവരരുത്. ഭൗതിക കാര്യങ്ങളിൽ ഐക്യം കൊണ്ടുവന്നാൽ സന്യാസത്തിനും ബ്രഹ്മചര്യത്തിനും വാനപ്രസ്ഥത്തിനും ഒന്നും വിലയില്ലാതാവും. എല്ലായിടത്തും ഭൗതിക കാര്യങ്ങൾക്ക് ഐക്യമുണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാവില്ല. അസ്വസ്ഥത ഇല്ലാതിരിക്കുമ്പോൾ അവൻ മോക്ഷത്തെപ്പറ്റി ചിന്തിക്കില്ല. അതുകൊണ്ട് എന്നും അവൻ വ്യർത്ഥനായി കിടക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരിക്കലും ഭൗതിക രംഗത്ത് ഐക്യം വരാതിരിക്കണം. പിന്നെ ഇത്രയും കാലം നമ്മളൊക്കെ പണിത് കിടക്കും. ഐക്യം സാധ്യമല്ലെന്നറിയുമ്പോഴല്ലേ നമ്മൾ നമ്മിലേക്ക് തിരിയുന്നത്. ഈ ലോകത്തെയൊക്കെ ശരിപ്പെടുത്താൻ നടന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിപ്പെടുത്തി നടക്കില്ലെന്ന് കണ്ടപ്പോഴാണ് അവനവനെ ശരിപ്പെടുത്തി കളയാൻ പറ്റുക. അത് തോന്നുന്നത് തന്നെ ഈ ലോകം ശരിപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പട്ടിയുടെ വാൽ ഒരിക്കലും നിവരാതില്ല. ഈ വാല് നിവർന്നാൽ പിന്നെ സുഖില്ല. പട്ടിയുടെ വാല് കുഴലിലിട്ടാൽ കുഴലിൽ കിടക്കുന്നിടത്തോളം നേരം വരും. പക്ഷേ ഭൗതിക രംഗത്തെ മനുഷ്യന്റെ ഐക്യമില്ലായ്മയുടെ ഈ വാല് കുഴലിലിട്ടാൽ കുഴല് വളയും. ബുദ്ധമതത്തിന്റെ അഹിംസ ഭാരതത്തിന്റെ ക്ഷാത്രവീര്യം നശിക്കാനും വിദേശാക്രമണങ്ങൾ കടന്നുവരാനും ഇടയാക്കി എന്ന് പറയുന്നത് എത്ര കണ്ടി എന്ന് ആ കാലഘട്ടത്തിൽ നമ്മളാരില്ല. 2 അഹിംസ ആണ് വിനാശമുണ്ടാക്കിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ബുദ്ധമതം നശിച്ചു എന്ന് പറയുന്നതിന് ഇവർ പറയുന്ന കാലഘട്ടം 850 ബാഹിയാന്റെയും ഹ്യുവാൻസാങ്ങിന്റെയും ഒക്കെ അഭിപ്രായം വേറെയാണ്. ഇരിക്കട്ടെ, ബുദ്ധമത സന്യാസിമാരും സന്യാസിനിമാരും അതിരുവിട്ട് ഭോഗലോലുപരായതാണ് വിനാശത്തിന് കാരണം. ത്യാഗം നഷ്ടപ്പെട്ടതാണ് വിനാശത്തിന് കാരണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുമിരിക്കട്ടെ, ബുദ്ധമതം പോയിട്ട് ഇത്രയും കാലമായില്ലേ. ചത്ത പശുവിനെ കുറിച്ച് പഠിക്കുന്ന നേരത്ത് നമുക്ക് 850കളിൽ നാമാവശേഷമായ ബുദ്ധമതത്തിൽ നിന്ന് വളരെ തേജസ്വി എന്ന അനേക ഭരണാധികാരികളും വില്ലും വാളും ഒക്കെ നമുക്കുണ്ടായിരുന്നല്ലോ. നമ്മൾ ആക്രമണോത്സുകരായി വളരുകയും ചെയ്തിരുന്നുവല്ലോ, രജപുത്രർ ഉൾപ്പെടെ. ഇത്രയും യുദ്ധങ്ങൾ നയിച്ച നമ്മളെന്തേ പരാജയപ്പെട്ടതെന്നൊരു മറുചോദ്യം നമുക്ക് ചോദിക്കും. ആക്രമണങ്ങളും ഭാരതത്തെ രക്ഷിച്ചില്ലല്ലോ. കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ BC 5-ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച അഹിംസ ഭാരതം കടന്ന് ജപ്പാൻ, ചൈന, ശ്രീലങ്ക, സ്പെയിൻ, സ്പാർട്ട വരെയൊക്കെ വ്യാപിച്ചു. 8-ാം നൂറ്റാണ്ട് വരെ അതിന്റെ യശസ് കീർത്തിധാവല്യം പരന്നു നിന്നു. തക്ഷിലയിലും നളന്തയിലും വിക്രമശിലയിലും വിദേശങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചു. നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലും ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ.
ഉദർത്തിന്റെ കർത്താവായ ബക്ക് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒരു ലേഖനത്തിലുമുണ്ട്. ക്രൈസ്റ്റ് വരെ തക്ഷിലയിൽ പഠിച്ചു വന്നു. എനിക്ക് സൂചന നെഹ്റു നൽകുന്നു. ക്രൈസ്റ്റ് വരെ പഠിച്ച തക്ഷിലയൊക്കെ നിലനിന്നത് ബുദ്ധമതത്തിന്റെ സുവർണ കാലങ്ങളിലായി. എക്സ്കവേഷൻസ് നടന്ന ബുദ്ധമത സങ്കേതങ്ങളെല്ലാം പരിശോധിച്ച് ഇന്നോളം ഒരടുക്കള കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തീ പുകഞ്ഞതായി കണ്ടെത്തിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഭിക്ഷ കൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവച്ച് ജീവിക്കുകയോ പഴങ്ങൾ സ്വീകരിച്ച് മാത്രം ജീവിതം നയിക്കുകയോ ചെയ്ത ആ കാലങ്ങളിലാണ് രസതന്ത്രവും ഊർജ്ജതന്ത്രവും സാമ്പത്തിക ശാസ്ത്രവുമൊക്കെ അതിന്റെ വളർച്ചയുടെ ഉച്ചകോടിയിലെത്തി. അതിനുശേഷം ബുദ്ധമതത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ എഴുതിയ ഗ്രന്ഥങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യന്മാർ രചിച്ച അദ്വൈത ഗ്രന്ഥങ്ങൾ മാറ്റി നിർത്തിയാൽ ഭാരതത്തിന് അഭിമാനിക്കാവുന്ന നിർണായകമായ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും സത്യങ്ങളും ഏതൊന്നുണ്ട് നമുക്ക് പറയാൻ. ഒരു രാജ്യത്തിന്റെ വികാസം അതിർത്തി വെട്ടിപ്പിടിച്ചല്ല, ആ ജനതയുടെ ബൗദ്ധിക പരിവേഷത്തിലാണ്. ഇന്ന് അമേരിക്ക സിദ്ധവധം ലോകത്തിന്റെ പോലീസാകുന്നത് ആറ്റം ബോംബ് കൊണ്ടല്ല. അവൻ ധിഷണയുള്ളവനെ അവന്റെ രാജ്യക്കാരനാക്കി മാറ്റി ലോകത്തെമ്പാടും നടന്ന് ധിഷണയുള്ളവനിൽ നിന്ന് ഉൾക്കൊണ്ട് ധിഷണയെ അവന്റെ കയ്യിൽ വെക്കുന്നത് കൊണ്ടാണ്. ഏതൊരു അറിവിന്റെ മഹത്വവും എന്റെ രാജ്യത്തിന് വേണം. ലോകത്തെമ്പാടുമുള്ള മതങ്ങളുടെ അറിവും ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രത്തിന്റെ അറിവും ഏതൊരു രാജ്യത്താൽ അംഗീകരിക്കപ്പെടുമെന്ന് ചോദിച്ചാലും അമേരിക്കയാണെന്ന് ഉത്തരം പറയേണ്ടി വരും. ഈ വിശാല വിശ്വത്തിലെ മുഴുവൻ അറിവിനെയും തന്റെ സ്വത്തായി സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ, സകല അറിവിനും വേണ്ടി വാതായനങ്ങൾ മലർക്കെ തുറന്നിടാൻ ഒരു കാലത്ത് ഭാരതം കാണിച്ച ആ സഹിഷ്ണുത ഇന്ന് അമേരിക്ക കാണിക്കുന്നത് കൊണ്ടാണ് അവൻ ലോക പോലീസാകുന്നത്. CIA കൊണ്ട് മാത്രമല്ല, ആയുധശക്തി കൊണ്ട് മാത്രമല്ല. ആയുധം അവനോട് സമ്മതം കൊടുക്കാത്ത ചില പോക്കിരികളെന്ന് അവൻ വിചാരിക്കുന്നവരെ ഒന്ന് വിരച്ചു നിർത്താൻ മാത്രം. അതുകൊണ്ട് രാഷ്ട്രം വികസിക്കുന്നത് അറിവുകൊണ്ടാണ്. ഒരു രാജ്യത്തിലെ ജനത, പ്രത്യേകിച്ചും ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിലെ ജനത ജീവിതത്തിന്റെ മുക്കാൽ പങ്കും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒട്ടനവധി നേതാക്കന്മാർക്ക് വേണ്ടി സ്തുതി പാടി തങ്ങളുടെ ജീവിതം കഴിക്കുമ്പോൾ ബുദ്ധിയും മനസ്സും ജനജീവിതത്തിന് താഴെത്തല മുതൽ മേലെത്തല വരെ അറിവിന്റെ വെളിച്ചത്തിന് വേണ്ടി തുറന്നിട്ടിരുന്നുവെങ്കിൽ ഈ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അർജുൻ എന്ന ക്ഷത്രിയന്റെ ധർമ്മപാലനം ആവശ്യപ്പെടുന്ന കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ലേ എന്ന് തസ്മാ വ്യത്യസ്ത കൗന്ദയ യുദ്ധായ കൃതനിശ്ചയ. തീർച്ചയായും ഒരു ഉത്തരം പിന്നീട് പറഞ്ഞിരുന്ന ഈ ശ്ലോകം എടുക്കും. ശ്ലോകം ഞാൻ എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് എടുക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങൾ എടുക്കാൻ പോകുന്നതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല. കാരണം അതിനോട് ചേർന്ന് വരുന്നതെല്ലാം പഠിപ്പിച്ച് തീരേണ്ടതുകൊണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഒരുവൻ സ്വധർമ്മവും പരധർമ്മവും വേർതിരിച്ചറിയുന്ന മാനദണ്ഡം എന്താ? ഏത് സമൂഹത്തിലും എന്നും തന്നിലേക്ക് തിരിഞ്ഞാലേ ഇത് തിരിച്ചറിയേണ്ടത്. പരാഞ്ചിഖാനി ബദൃണ സ്വയംഭു തസ്മാത് പരാൻ പശ്യതിനാന്തരാത്മൻ. സ്വയംഭൂ ഇന്ദ്രിയങ്ങളെ വെളിയിലേക്ക് വെച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കി ഈ ധർമ്മം അറിയാൻ ഒക്കില്ല. കർത്തുധീര, ഏതോ ഒരു ധീരൻ, അന്നും ഇന്ന് മാത്രമല്ല അന്നും ഏതോ ഒരു ധീരൻ നചികേതസിനെ നോക്കിയ യമധർമ്മൻ ഇത് പറഞ്ഞത്. കാരണം ഒരുപാട് സാധനങ്ങൾ വെച്ച് നോക്കി യമധർമ്മൻ, ഒരുപാട് പരീക്ഷണം നടത്തി. അപ്സരസ്സുകൾ, കൊട്ടാരക്കെട്ടുകൾ, മണിമാളികകൾ, ധനം, ധാന്യം, തവൈവ വഹാസ്തവനൃത്യഗീതേ. ഈ നൃത്തവും ഗീതവും ഒക്കെ അങ്ങേക്കായിരിക്കട്ടെ, എനിക്ക് വേണ്ട, എനിക്ക് ഒറ്റ സാധനം മതി, ആത്മവിദ്യ. അതുമായി തൂങ്ങുന്ന ഒരു സാധനം ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. ത്രാസെടുത്ത് വെച്ചിട്ട് പരമസുഖപ്രാപ്തി തരുന്ന ബ്രഹ്മവിദ്യയേക്കാൾ തൂക്കമുള്ളൊരു വസ്തുവും ഞാൻ ഇന്നോളം കണ്ടില്ല. എനിക്ക് വേണ്ട മധുവേ.